ദേവമംഗള അസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. അവിട്ടനാളിനെക്കുറിച്ച് അറിയേണ്ടതായ ചില പൊതുവായ ഫലങ്ങളും 2024 ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള മാസഫലങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. അവിട്ടം മകരം, കുംഭം രാശികളിലായി വരുന്ന മുറിനാളാണ്. മുറിനാളുകൾ സാധാരണയായി വിഭിന്ന പ്രകൃതികളായിരിക്കും. എന്നാൽ മകരം, കുംഭം എന്നിവ ശനിയുടെ രാശികളായതിനാൽ ഏകപ്രകൃതിയായിരിക്കും. അവിട്ടം നക്ഷത്രത്തിൽ പിറന്നാൽ തവിട്ടുപ്പാനൈ നിറയെ പൊൻ എന്നൊരു ചൊല്ലുണ്ട്. ഇതിനർത്ഥം അവിട്ടം നക്ഷത്രക്കാർ നല്ല ധനികരായിത്തീരുമെന്നാണ്. പ്രത്യേകിച്ചും അവിട്ടം നക്ഷത്രത്തിൻ്റെ 3-ാം കാലിൽ ജനിക്കുന്നവർ. അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ നല്ല ശീലങ്ങളുള്ളവരും ദയയുള്ളവരും ദാനശീലരും ശൂരത, നിർഭയത്വം, ബന്ധുക്കളാൽ ആദരിക്കപ്പെടുന്നവരും സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാൻ ഇഷ്ടപ്പെടുന്നവരും നൃത്തം, സംഗീതം, വാദ്യം എന്നീ കലകളിൽ പ്രിയമുള്ളവരും ധനപുഷ്ടിയുള്ളവരുമായിരിക്കും. ഇവർ കാര്യകുശലന്മാരും പ്രവർത്തന സാമർഥ്യമുള്ളവരും അറിവുകൊണ്ടും ബുദ്ധിസാമർഥ്യം കൊണ്ടും അനുഗ്രഹീതരുമായിരിക്കും. അവിട്ടം നാളുകാർ അഭിജ്ഞനും ബുദ്ധിമാനും ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും അറിവ് നേടുന്നവരും ശുദ്ധഗതിക്കാരും ആയിരിക്കും. ഇവരിൽ സാധുശീലം കാണുമെങ്കിലും നല്ല ഉൾപ്പോരും ഉള്ളവരായിരിക്കും. ധനസമ്പാദനത്തിനു വേണ്ടി കുശാഗ്രബുദ്ധിയോടെ പ്രവർത്തിക്കുകയും അതിൽ വിജയം കൈവരിക്കുകയും ചെയ്യും. ധനസമ്പാദനം മുഖ്യ ലക്ഷ്യമായ ഇവർ പൊതുവെ പിശുക്കന്മാരുമായിരിക്കും. സ്വതന്ത്ര പ്രകൃതി, പ്രവർത്തന സാമർഥ്യം, സ്വന്തം കുടുംബത്തോടും മതത്തോടും താൽപ്പര്യം, സ്വാർത്ഥത, വിധേയത്വമില്ലായ്മ, സ്വന്തം കഴിവിലുള്ള വിശ്വാസം, രഹസ്യം സൂക്ഷിക്കുന്നതിനുള്ള കഴിവ് തുടങ്ങിയവ ഇക്കൂട്ടരുടെ ചില പ്രത്യേകതകളാണ്. ചൊവ്വ നക്ഷത്രനാഥനായാൽ അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് നേതൃത്വപാഠവും കർമ്മകുശലതയും ഉണ്ടാവും. ഏത് ആൾക്കൂട്ടത്തിൽ നിന്നാലും തല ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഇവരുടെ ഒരു നിൽപ്പായിരിക്കും പെട്ടെന്ന് ശ്രദ്ധ നേടുക. ഇണങ്ങാനും പിണങ്ങാനും ഇവർക്ക് അധികം നേരമൊന്നും വേണ്ട. ഇവരുടെ ഏറ്റവും വലിയ പോരായ്മ ഭൗതികതയ്ക്ക് അപ്പുറം ഒന്നുമില്ലെന്ന വിചാരമാണ്. ആത്മീയതയ്ക്ക് ഇവരിൽ വലിയ സ്ഥാനമൊന്നും ഉണ്ടാകില്ല. ജീവിത പരീക്ഷയിൽ എളുപ്പം വിജയിച്ചു കയറുന്നവരും എപ്പോഴും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നവരുമാണ് അവിട്ടം നാളുകാർ. കൊണ്ടും കൊടുത്തും തട്ടിയും വെട്ടിയും ജീവിത സമരത്തിൽ അവിട്ടം നാളുകാർ വെന്നിക്കൊടി പാറിക്കും. ഭേദത്തിൽ അഭേദതയും അദ്വൈതത്തിൽ ദ്വൈതതയുമായി ജീവിതത്തിൻ്റെ രണാങ്കണത്തിൽ വിജയിച്ചു കയറുന്ന ശ്രീമാന്മാരും ശ്രീമതികളുമാണ് അവിട്ടം നാളുകാർ. മേടം 1-ാം രാശിയും മകരം 10-ാം രാശിയും കുംഭം 11-ാം രാശിയുമാണ്. 10ഉം 11ഉം രാശികളുടെ മധ്യ ഒരു പാലം പോലെ അവിട്ടം നാളുകാർ കടന്നു വരുന്നു. 10ാം രാശി കർമ്മത്തെ കാണിക്കുന്നതും 11ാം രാശി അതിൻ്റെ ലാഭത്തെ അല്ലെങ്കിൽ അനുഭവത്തെ കാണിക്കുന്നതുമാണ്. അവ പരസ്പരം ബന്ധം വരികയാൽ അവിട്ടം നാളുകാർ നല്ല കർമ്മശുദ്ധിയുള്ളവരും നൂറുമേനി കൊയ്യാൻ കഴിവുള്ളവരുമായിരിക്കും. വിഷ്ണുവിനെ സൂചിപ്പിക്കുന്ന രാശി മകരവും ശിവനെ സൂചിപ്പിക്കുന്ന രാശി കുംഭവുമാണ്. അവ രണ്ടിലുമായി വരുന്നതിനാൽ വൈഷ്ണവ ശൈവ സമന്വയം, അതായത് സ്ഥിതിയും സംഹാരവും കലർന്ന പ്രവർത്തനം അവിട്ടം നാളുകാരിൽ കാണാൻ കഴിയും. മകരക്കൂറിൽ ജനിക്കുന്ന അവിട്ടം നാളുകാർക്ക് പല്ലുകൾക്ക് വേണ്ടത്ര രൂപഭംഗിയില്ലാത്തവരും നല്ല വിദ്യാഗുണമുള്ളവരും ശൂരതയുള്ളവരും സത്യം പറയുന്നവരും കുറ്റമറ്റ നീതിബോധമുള്ളവരും ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നവരുമായിരിക്കും. കുംഭക്കൂറിൽ ജനിക്കുന്ന അവിട്ടം നക്ഷത്രക്കാർ ചന്ദ്രനെ പോലെ ശോഭിക്കുന്നവരും ഐശ്വര്യവും മുഖകാന്തിയുമുള്ളവരും നല്ല ദാനശീലരുമായിരിക്കും. 24 വയസ്സ് മുതൽ ഈ നാളുകാർക്ക് സ്വതന്ത്രമായി പ്രവർത്തന രംഗത്ത് പുരോഗമിക്കാറുണ്ടെങ്കിലും പ്രതിബന്ധങ്ങളും കുഴപ്പങ്ങളും ഇവരെ ഒരിക്കലും വിട്ടുപിരിയില്ല. അവിട്ടം നാളുകാർ മറ്റുള്ളവരെ വിശ്വസിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. ശുദ്ധത കൊണ്ടും കരടില്ലാത്ത വിശ്വാസം കൊണ്ടും അന്യരിൽ സമർപ്പിക്കുന്ന സ്വഭാവമായതിനാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവർ പലപ്പോഴും അബദ്ധങ്ങളിൽ ചെന്നുപെട്ടേക്കാം. അവിട്ടം നക്ഷത്രക്കാരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ അവിട്ടം നാളുകാരിൽ ഭൂരിപക്ഷം പേരും അധ്യാപകർക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായിരിക്കും. പരീക്ഷകളിൽ നല്ല മാർക്ക് നേടുകയും കൃത്യമായി ക്ലാസ്സിൽ വരികയും ശ്രദ്ധയോടെ ക്ലാസ്സിലിരിക്കുക, പാഠ്യേതര പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുക, അങ്ങനെ ചിട്ടവട്ടമായ വ്യക്തിത്വം ഇവരിൽ പ്രകടമാവും. ഏതുതരം വിഷയങ്ങളും ഇവർക്ക് നന്നായി പഠിക്കും. അവിട്ടം നാളുകാർ ഭൂരിപക്ഷം പേരും ഉന്നത വിദ്യായോഗമുള്ളവരായിരിക്കും. അതിന് യോജിച്ച തൊഴിലും ഇവർക്ക് ലഭിക്കും. തൊഴിലിൽ കള്ളവും സൂത്രവും ഇവർ ഒരിക്കലും കാണിക്കില്ല. അവിട്ടം നക്ഷത്രം മധ്യമഋജുവിൽ വരുന്ന നക്ഷത്രമാകയാൽ ശരിയാവണ്ണം പൊരുത്തം നോക്കി വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതായിരിക്കും ഉത്തമം. മകരക്കൂറിൽ ജനിച്ച പുരുഷന്മാർക്ക് കുംഭക്കൂറിൽ ജനിച്ച സ്ത്രീകൾക്കും
അനുരൂപരായ ജീവിത പങ്കാളിയെ ലഭിക്കും. എന്നാലും ഇടയ്ക്കിടെ സ്വരച്ചേർച്ചയില്ലായ്മയും അപശ്രുതിയും ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അവിട്ടം നക്ഷത്രക്കാരായ പുരുഷന്മാരാകും ദാമ്പത്യത്തിൽ കൂടുതൽ വിജയിക്കുക. ഗൃഹഭരണ സാമർഥ്യവും ചിട്ടയായ പ്രവർത്തനങ്ങളും കൊണ്ട് അവിട്ടം നാളിൽ ജനിച്ച സ്ത്രീകൾ ദാമ്പത്യത്തെയും ഊർജ്ജസ്വലമാക്കുന്നു. മകരക്കൂറുകാർക്ക് 4-ാം ഇടം രാജ്യാധിപനായ ശനിയുടെ നീചക്ഷേത്രമാകിയാൽ മാതൃസൗഖ്യം കുറവ്, മാതൃക്ലേശം എന്നിവയുണ്ടായേക്കാം. എന്നാൽ കുംഭക്കൂറുകാർക്ക് 4-ാം ഇടം മാതൃകാരകനായ ചന്ദ്രൻ്റെ ഉച്ചരാശിയായ ഇടമായതിനാൽ മാതൃസൗഭാഗ്യം ഉണ്ടാകും. 9-ാം ഭാവം കൊണ്ട് പിതാവിനെ ചിന്തിക്കുമ്പോൾ മകരക്കൂറുകാർ പിതാവിന് പ്രിയപ്പെട്ടവരാകും കുംഭക്കൂറുകാരേക്കാൾ. പിതൃകാരകനായ സൂര്യൻ്റെ നീചക്ഷേത്രമായ തുലാം രാശിയാണ് കുംഭക്കൂറുകാരുടെ 9-ാം ഇടം എന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സഹോദരകാരകനായ ചൊവ്വയുടെ നക്ഷത്രമാകയാൽ അവിട്ടം നാളുകാർക്ക് സഹോദരന്മാരുമായി പിണക്കമോ ശത്രുതയോ വന്നേക്കാം. മകരക്കൂറുകാരായ അവിട്ടം നാളുകാരിൽ ഈ പ്രശ്നം അത്ര കാര്യമായി അനുഭവപ്പെടില്ല. എന്നാൽ കുംഭക്കൂറുകാരിൽ അത് പ്രകടമായി ഉണ്ടായേക്കാം. നല്ല സന്താനങ്ങളെ ലഭിക്കാൻ ഭാഗ്യമുള്ളവരാണ് അവിട്ടം നാളുകാർ. മകരക്കൂറുകാർക്കും കുംഭക്കൂറുകാർക്കും 5-ാം ഇടം യഥാക്രമം ശുഭഗ്രഹക്ഷേത്രങ്ങളായ ഇടവും മിഥുനവും രാശികളാണല്ലോ. പാപഗ്രഹങ്ങൾക്ക് ഈ രാശികളിൽ നീചത്വവുമില്ല. ആയതിനാൽ അനുസരണയുള്ളവരും സൽബുദ്ധികളുമായിരിക്കും ഇവരുടെ സന്താനങ്ങൾ. മകരക്കൂറുകാർക്കാകും കുംഭക്കൂറുകാരെ അപേക്ഷിച്ച് സന്താനങ്ങൾ കുറവ്. മകരക്കൂറുകാർക്ക് സ്ത്രീ സന്താനങ്ങളും കുംഭക്കൂറുകാർക്ക് പുരുഷ സന്താനങ്ങളുമായിരിക്കും കൂടുതൽ. വിരുദ്ധ നിറങ്ങളായ ചുവപ്പും നീലയുമാണ് അവിട്ടം നാളുകാർക്ക് ഗുണം ചെയ്യുന്ന നിറങ്ങൾ. അവിട്ടം നാളും ചൊവ്വാഴ്ചയും ഒത്തുവരുന്ന ദിവസം ചുവന്ന വസ്ത്രവും അവിട്ടം നാളും ശനിയാഴ്ചയും ഒത്തുവരുന്ന ദിവസം നീലവസ്ത്രവും ധരിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. തെക്കും പടിഞ്ഞാറും ഗുണകരമായ ദിശകളാണ്. ശനി, ചൊവ്വ, വെള്ളി എന്നിവ ഉത്തമ ദിവസങ്ങളാണ്. അവിട്ടം നാളിൻ്റെ മൃഗം നല്ലാൾ, വൃക്ഷം വന്നി, അസുരഗണം, ശ്രീയോനി, പക്ഷിമയിൽ, ഭൂതമാകാശം, ദേവത, വസുക്കൾ. പക്ഷി മൃഗവൃക്ഷാദികളെ നശിപ്പിക്കാതെ പരിരക്ഷിക്കുന്നതും ഭൂതദേവതകളെ ഉപാസിക്കുന്നതും ഉത്തമ ഗുണഫലത്തെ പ്രദാനം ചെയ്യും. ഓം വസുഭ്യോ നമ എന്ന മന്ത്രവും നിത്യവും ജപിക്കുന്നത് ഉത്തമമാണ്. ഇനി 2024 ഓഗസ്റ്റ് മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ സർക്കാരിൽ നിന്നും അനുകൂല നടപടികൾ ഉണ്ടാകും. പുതിയ ഗ്രഹം നിർമ്മിക്കാനോ പഴയ ഗ്രഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി വാസയോഗ്യമാക്കാനോ സാധിച്ചേക്കാം. ഉത്സവാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയും. അകാരണമായ കോപത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ കുടുംബത്തിൽ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. 2024 സെപ്റ്റംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബഹുമതികളും ധനാഭിവൃദ്ധിയും ഉണ്ടാവും. സ്വർണ്ണക്കച്ചവടക്കാർക്കും കരാർ തൊഴിലേർപ്പെട്ടിരിക്കുന്നവർക്കും നല്ല വരുമാനം പ്രതീക്ഷിക്കാം. സർക്കാർ ഉദ്യോഗസ്ഥർക്കും അധ്യാപകർക്കും ജോലിഭാരം വർദ്ധിക്കാൻ സാഹചര്യം കാണുന്നു. ആധ്യാത്മിക പരിപാടികൾ പങ്കെടുക്കാൻ അവസരം ഉണ്ടായേക്കാം. 2024 ഒക്ടോബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ആഡംബര വസ്തുക്കൾ വാങ്ങി പണം ചെലവഴിക്കാനും പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കാനും അന്യരെ സഹായിക്കാനുള്ള മനസ്സ് ഉണ്ടാകും. കരാറുകാർക്ക് ചെറുകിട വ്യവസായികൾക്കും ഗുണകരമായ സമയമായിരിക്കും. സഹോദരങ്ങളുമായി സ്വരച്ചേർച്ച ഉണ്ടാകാതെ നോക്കുന്നതും സർക്കാരിൽ നിന്നും പ്രതികൂല നടപടികൾ ഉണ്ടാകാതെ നോക്കുന്നതും ഉത്തമമായിരിക്കും. 2024 നവംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. അയൽക്കാരിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ശല്യം വർദ്ധിക്കും. ആശുപത്രിവാസത്തിനായി പണം ചെലവഴിക്കേണ്ടതായി വന്നേക്കാം. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടം വന്നുചേരും. 2024 ഡിസംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പൊതുവെ അത്ര ഗുണകരമായ സമയമായി കാണുന്നില്ല. ഏത് കാര്യങ്ങളിലും ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ചെയ്യുക. വിദ്യാർത്ഥികൾക്ക് പൊതുവെ മോശമായ സമയമായിരിക്കും. ചീത്ത കൂട്ടുകളിൽപ്പെടാതെ സൂക്ഷിക്കുക. വാഹനങ്ങൾക്കും മറ്റ് യന്ത്രോപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചേക്കാം. നീതി നിർവഹണം നടത്തുന്നവർക്കും രാഷ്ട്രീയക്കാർക്കും സമയം വളരെ മോശമായി കാണുന്നു. എന്നാൽ വാഹനത്തൊഴിലാളികൾക്ക് ഏറെ മെച്ചപ്പെട്ട സമയമായി ഡിസംബർ കാണുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവിയേ നമഃ.